യെസ് ഡോക്ടർ, നമ്മൾ തിരിച്ചു വരുമ്പം നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒന്നാണോ ഈ കൂർക്കം വലിയും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ? അപ്പോൾ അതിന് അതെ, ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ പറ്റും. നമ്മുടെ പേഷ്യൻറ്റിനും കൂടി ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റും. പലപ്പോഴും എന്താ കണ്ടുവരുന്നത് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കും, ഡിവൈസ് കൊടുക്കും, അല്ലെങ്കിൽ സർജറി ചെയ്യും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം പേഷ്യൻ്റ് എല്ലാം ശരിയായി, ഇനിയിപ്പം തടി അങ്ങോട്ട് കൂടും. തടി കൂടുമ്പോൾ ഡെഫിനറ്റ്ലി ഇത് തിരിച്ചു വരും സ്നോറിങ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു വെയിറ്റും കാര്യങ്ങളെല്ലാം ആ BMI കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് കൂർക്കം വലി. യെസ് ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. വിനോദാണ് വിളിക്കുന്നത്. വിനോദ് ചോദിച്ചോളൂ ഡോക്ടറോടാ. ഡോക്ടർ പറയൂ. നമസ്കാരം, ഞാൻ പാലക്കാടാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഓവർസീസ് ആണ്, സിംഗപ്പൂർ. കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്. ഇപ്പൊ ഒരു 5 വർഷമായിട്ട് തുടർന്നായിട്ട് ഭയങ്കരമായിട്ട് കൂർക്കം വലിയുടെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഡോക്ടർ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സിംറ്റംസ് ഒക്കെ എനിക്കുണ്ട്. ഈ ഡെയിലി വർക്ക് ചെയ്യുമ്പോൾ ക്ഷീണം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പിന്നെ എത്ര ഉറങ്ങിയാലും ചില സമയത്ത് 12 മണി വരെ 1 മണി വരെയൊക്കെ ഉറങ്ങാറുണ്ട്. അപ്പൊ അതിന്റെ അറിയാൻ വേണ്ടിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അല്ല, ഒന്നൊരു ഡോക്ടറെ കാണിച്ചിട്ട് നമുക്കത് എത്രത്തോളം പ്രശ്നമുണ്ട് നിങ്ങൾ പറയണത് വെച്ചിട്ട് എന്തായാലും കുറച്ചൊരു സ്ലീപ്പ് അപ്നിയ പോലെ ഉണ്ടാവും, അല്ലാതെ ക്ഷീണമൊന്നും വരില്ല. അപ്പോൾ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറഞ്ഞ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം ആദ്യം. സ്ലീപ്പ് സ്റ്റഡി ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സാറെ കൺസൾട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണ്, ഏതിലാ കോൺടാക്ട് ചെയ്യാം? വിനോദ്, ഡോക്ടർ ഞാൻ നടപടിക്കാണ്. വിനോദ്, അത് PCR നിന്നുള്ള അതിനുള്ള നിർദ്ദേശങ്ങൾ നൽകും ഇത് സംസാരിച്ചതിന് ശേഷം. ഓക്കെ.